മറന്നുപോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങൾ. ഇപ്പം നമ്മുടെ അടുത്തൊരു സംഭവം ഉണ്ടായതാണ്. പടക്കം ഗുണ്ടാണ് പൊട്ടിക്കണത്. ഗുണ്ട് പൊട്ടിക്കാൻ കയ്യിൽ ഗുണ്ട് പൊട്ടിച്ചിട്ട് വിളക്കില്, നമ്മുടെ ചിമ്മിണിക്കുപ്പി വിളക്കില് ഇത് കൊളുത്തിയിട്ട് ഇത് ഗുണ്ടെറിയണ്ടതിന് പകരം ആളെറിഞ്ഞത് വിളക്ക് എറിഞ്ഞ്. ഇതിൻ്റെ ഈ ഇതിൽ ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെ എന്താണ് എറിയേണ്ടത്, എന്താണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞത്. എന്നിട്ട് ബാക്കിൽ ഈ ഗുണ്ട് ഇങ്ങനെ ബാക്കിൽ കൈയ്യട്ടി വെക്കുമ്പോഴാണ് കയ്യിലിരുന്ന് ഗുണ്ട് പൊട്ടിയത്. എന്നിട്ടുണ്ടായ പിന്നീടുണ്ടായിട്ടുള്ള ഒരു ആസ്പത്രിയും ഇതും എല്ലാം എന്തൊരു ഭീകരമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് വിഷുവിന് പടക്കം പൊട്ടിക്കണൊക്കെ നല്ലത് തന്നെ. പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ കുട്ടികൾക്ക് പടക്കം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ല. അവര് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ പുക ഭയങ്കര പുകയായിരിക്കുള്ളൂ. പുക മൂക്കിൽ കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. എല്ലാ പടക്കവും കൂടെ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് തീ അതിൽ വീണ് എല്ലാം കൂടെ കത്തി ഇതിൻ്റെ അടുത്ത് നിന്ന് ആളുടെ മൂക്കിലേക്ക് ഇതൊക്കെ ശ്വസിച്ച് കുറച്ച് നേരത്തേക്ക് സ്റ്റക്കായ പോലെ, അനങ്ങാൻ പറ്റാത്ത പോലെ. ഒന്നാമത്തെ ഇത് കണ്ട് കുട്ടി പേടിച്ച്. പിന്നെ ഈ പുകയും എല്ലാം കൂടെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ നോർമലായി വന്നത്. അതുകൊണ്ട് പടക്കമൊക്കെ കത്തിക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക. രക്ഷകർത്താക്കൾ കൂടെ നിന്നിട്ട്